നമസ്കാരം പ്രിയ മാതാപിതാക്കളെ, കുട്ടികളെ. ജെഇ മെയിൻ്റെ ബി.ടെക്, ബി.ആർക്ക്, ബി പ്ലാനിങ്ങിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ജെഇ അഡ്വാൻസിൻ്റെ റിസൾട്ട് ജൂൺ 9 വരും. ജോസ ബിസിനസ് റൂൾസ് 2024 ഉടനെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇന്ന് നമുക്ക് ജോസ അലോട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ജോസ ജോയിന്റ് സീറ്റ് അലൊക്കേഷൻ അതോറിറ്റി വഴിയാണ് 120 സ്ഥാപനങ്ങളിലെ 56,000 പരം സീറ്റുകളിലേക്ക് ഒരുമിച്ച് അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നത്. ജോസയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് josa.nic.in ആണ്. 23 IIT-കളിലായിട്ട് 17,000 പരം സീറ്റുകൾ, 31 NIT-യും IAEST-യും കൂടെ ചേർത്ത് 32 സ്ഥാപനങ്ങളിലായി 24,000 പരം സീറ്റുകളുണ്ട്. 26 ട്രിപ്പിൾ IITസിലായിട്ട് 7,000 പരം സീറ്റുകളുണ്ട്. 39 GFTICകളിലായിട്ട് 8,000 പരം സീറ്റുകളുണ്ട്. അങ്ങനെ മൊത്തം 120 സ്ഥാപനങ്ങളിലെ 56,000 പരം സീറ്റുകളിലേക്കാണ് ജോസ വഴി അഡ്മിഷൻ ലഭിക്കുന്നത്. ജെഇ അഡ്വാൻസിന്റെ റാങ്ക് ലിസ്റ്റ് വഴിയാണ് 23 IIT-കളിലെ 17,000 പരം സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നത്. IIT-യിലെ BR കോഴ്സിന് AAT ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കൂടി അഡീഷണലായി ക്വാളിഫൈ ചെയ്യണം. ജൂൺ 12 അതിൻ്റെ പരീക്ഷ. 3 IIT-കളിലാണ് BR കോഴ്സുകൾ ഉള്ളത്: റൂർക്കി, ഖരഗ്പൂർ, വാരണാസി. ജെഇ മെയിൻ, ബി.ടെക്, ബി.ആർക്ക്, ബി പ്ലാനിംഗ് റാങ്ക് വഴിയാണ് NITs, ട്രിപ്പിൾ IITs, GFTIs ഉൾപ്പെടെ 97 സ്ഥാപനങ്ങളിലെ 40,000-ഓളം സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്നത്. ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ പ്രിഫറൻസ് അറിയിക്കുന്ന പ്രോസസ്സാണ്. ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണ് എന്നറിയിക്കുന്ന പ്രോസസ്സ്. അലോട്ട്മെന്റ് എന്നാൽ റാങ്ക് അനുസരിച്ച്, കാറ്റഗറി അനുസരിച്ച് ഒരു കുട്ടിക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് കൊടുക്കുന്ന പ്രോസസ്സാണ്. നമ്മൾ കൊടുക്കുന്ന ഓരോ ഓപ്ഷനെയും ഓരോ അക്കാഡമിക് പ്രോഗ്രാം എന്നാണ് ജോസയിൽ വിശേഷിപ്പിക്കുന്നത്. ഈ വർഷം ജോസ വഴി 600-ൽ പരം അക്കാഡമിക് പ്രോഗ്രാംസ് ഉണ്ട്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആർക്കും ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. കഴിഞ്ഞ വർഷം ജോസ വഴി 2 ലക്ഷത്തോളം കുട്ടികൾ 2 കോടിയിൽ പരം ഓപ്ഷൻസ് ആണ് നൽകിയത്. അതായത് ശരാശരി ഒരു കുട്ടി 100 ഓപ്ഷൻസ് ആണ് നൽകിയത്. എല്ലാവരും അവരവർക്ക് ലഭിച്ചിരിക്കുന്ന ജെഇ മെയിൻ, ബി.ടെക്, ബി.ആർക്ക്, ബി പ്ലാനിംഗ്, ജെഇ അഡ്വാൻസിന്റെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുള്ള കോഴ്സുകളെയും കോളേജുകളെയും കുറിച്ച് ഒരു ഏകദേശ ധാരണ രൂപപ്പെടുത്തുക. ജോസ 2023 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സീറ്റ് അലോട്ട്മെന്റ് റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3, റൗണ്ട് 4, റൗണ്ട് 5, റൗണ്ട് 6 എല്ലാം ജോസ വെബ്സൈറ്റിലുണ്ട്. ഓരോരുത്തരും അവരവരുടെ മുൻഗണനാ ക്രമം അനുസരിച്ച് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് പ്രിഫറൻസിൽ എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻസ് കൊടുക്കാൻ ഒരവസരം മാത്രമുള്ളതുകൊണ്ട് പോകാൻ താല്പര്യമുള്ള സ്ഥലങ്ങളിൽ മാക്സിമം ഓപ്ഷൻസ് കൊടുക്കണം. ഉദാഹരണത്തിന് NIT ശ്രീനഗർ, NIT സിക്കിം, NIT ത്രിപുര, NIT നാഗാലാൻഡ് പോലുള്ള ഓപ്ഷൻസ് അലോട്ട്മെന്റ് ലഭിച്ചാൽ പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വയ്ക്കുക. ജെഇ മെയിൻ, ബി.ടെക്, ബി.ആർക്ക്, ബി പ്ലാനിംഗ്, ജെഇ അഡ്വാൻസ് ഈ 4 റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്ത് ജോസയിൽ ഒരുമിച്ച് ഓപ്ഷൻ കൊടുക്കാമെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമേ നമ്മൾ കൊടുക്കുന്ന അനേകം ഓപ്ഷനിൽ നിന്നും അവൈലബിൾ ആകൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഓർഡർ ഓഫ് പ്രിഫറൻസ് വയ്ക്കാവൂ. ജൂൺ 9 ജെഇ അഡ്വാൻസിന്റെ റിസൾട്ട് വരും. അന്ന് മുതൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കും. ചോയ്സ് ഫില്ലിങ്ങിന് പ്രത്യേക ഫീസ് ഇല്ല. 10 ദിവസമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ലഭിക്കുന്നത്. 7ാമത്തെ ദിവസവും 9ാമത്തെ ദിവസവും ട്രയൽ അലോട്ട്മെന്റ്, മോക്ക് അലോട്ട്മെന്റ് ഉണ്ടാകും. ട്രയൽ അലോട്ട്മെന്റ് വഴി നമുക്ക് നിലവിലുള്ള സാധ്യതകളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ലഭിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെന്റിന് ശേഷവും ആവശ്യമെങ്കിൽ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം. ലോഗിൻ ID, പാസ്വേഡ് മുതലായവ ആർക്കും ഷെയർ ചെയ്യരുത്. ചോയ്സ് ഫില്ലിങ്ങിന്റെ അവസാനത്തെ ദിവസം ഓപ്ഷൻസ് ലോക്ക് ചെയ്യാം. ഓപ്ഷൻസ് ലോക്ക് ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് സേവ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ലോക്ക്ഡ് ആകും. ഓപ്ഷൻസ് കൊടുത്തതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് എല്ലാവരും വയ്ക്കുക. അതിനുശേഷം ഓപ്ഷന്റെ ഓർഡർ മാറ്റാനോ പുതിയത് ആഡ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ജോസ അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഒരു സമയത്തും സാധിക്കില്ല. 4 ഇയർ ബി.ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, IIT കാൺപൂർ ഒരു അക്കാഡമിക് പ്രോഗ്രാം, അതായത് ഒരു ഓപ്ഷനാണ്. 4 ഇയർ ബി.ടെക് ഇൻ ബയോടെക്നോളജി, NIT കാലിക്കറ്റ് വേറൊരു ഓപ്ഷനാണ്. അതായത് ഡ്യൂറേഷന്, കോഴ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് 3 വേണം. ഇങ്ങനെ എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. റാങ്ക്, കാറ്റഗറി, വെച്ചിരിക്കുന്ന ഓപ്ഷൻ, അവൈലബിലിറ്റി ഓഫ് സീറ്റ്സ് എന്നിവയെ ബേസ് ചെയ്താണ് അലോട്ട്മെന്റ് നടത്തുന്നത്. ഓപ്ഷന്റെ ഓർഡറിനല്ല, റാങ്കിനാണ് പ്രിഫറൻസ്. ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ റാങ്ക്, കാറ്റഗറി, വെച്ചിരിക്കുന്ന ഓപ്ഷൻ ഇവയനുസരിച്ച് അവരെ പരിഗണിച്ച ശേഷമേ അടുത്ത റാങ്കുകാരനെ പരിഗണിക്കൂ. ഒരു കുട്ടിയുടെ വിവിധ റാങ്കുകൾ, ബി.ടെക്, ബി.ആർക്ക്, ബി പ്ലാനിംഗ്, ജെഇ അഡ്വാൻസ്, കാറ്റഗറി, സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി എല്ലാ ഡേറ്റാബേസും ജോസയിൽ അപ്ലോഡഡ് ആണ്. ജോസ വഴി 6 അലോട്ട്മെന്റ് ഉണ്ട്. ഓൺലൈൻ ആയിട്ടാണ് റിപ്പോർട്ടിംഗ് നടത്തുക. IIT അഡ്മിഷന് സ്റ്റേറ്റ് വൈസ് പ്രിഫറൻസ് ഒന്നുമില്ല, ഓൾ ഇന്ത്യ കോട്ട മാത്രം. എന്നാൽ എല്ലാ NIT-കളിലും IAEST-യിലും ചില GFTയിലും HSOS ഉണ്ട്. HS എന്ന് പറഞ്ഞാൽ ഹോം സ്റ്റേറ്റ് കോട്ട 50%,
OS എന്ന് പറഞ്ഞാൽ അതർ സ്റ്റേറ്റ് കോട്ട 50%. ഏത് സ്റ്റേറ്റിലാണോ +2 പഠിച്ചത് ആ സ്റ്റേറ്റ് ആണ് ഹോം സ്റ്റേറ്റ്. സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് 12ാം ക്ലാസ് പാസ്സായ സ്റ്റേറ്റ് ആണ്. കേരളത്തിൽ +2 പഠിച്ചവരെ സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി കേരള, അതാണ് ഹോം സ്റ്റേറ്റ്. കേരളത്തിലെ ഒരു കുട്ടി, അതായത് കേരളത്തിൽ ജനിച്ച ഒരു കുട്ടി തമിഴ്നാട്ടിൽ +2 പഠിച്ചാൽ ആ കുട്ടിയുടെ സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി തമിഴ്നാടാണ്, അതാണ് ആ കുട്ടിയുടെ ഹോം സ്റ്റേറ്റ്. അതുപോലെ തമിഴ്നാട്ടിൽ ജനിച്ച കുട്ടി കേരളത്തിൽ +2 പഠിച്ചാൽ ആ കുട്ടിയുടെ സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി കേരള, അതാണ് ആ കുട്ടിയുടെ ഹോം സ്റ്റേറ്റ്. കേരളത്തിൽ +2 പഠിച്ചവരെ NIT കാലിക്കറ്റിൽ ഹോം സ്റ്റേറ്റിലും ബാക്കി എല്ലാ NITകളിലും അതർ സ്റ്റേറ്റിലും മാത്രമേ പരിഗണിക്കൂ. ജോസ 2023 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ കേരളത്തിൽ +2 പഠിച്ചവർ NIT കാലിക്കറ്റിൽ ഹോം സ്റ്റേറ്റിലും ബാക്കി എല്ലാ NITകളിലും OS അതർ സ്റ്റേറ്റിലും നോക്കുക. ഓപ്ഷൻ കൊടുക്കുമ്പോൾ HS OS ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി, കാറ്റഗറി തുടങ്ങിയ എല്ലാ ഡേറ്റാബേസും ജോസയിൽ അപ്ലോഡാണ്. വിദേശത്ത് +2 പഠിച്ചവരുടെ പാസ്പോർട്ടിൽ പെർമനന്റ് അഡ്രസ്സ് ഏത് സ്റ്റേറ്റ് ആണോ ആ സ്റ്റേറ്റ് ആണ് ഹോം സ്റ്റേറ്റ്, സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം OS അതർ സ്റ്റേറ്റ് ആണ്. ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ JEE മെയിൻ BTech റാങ്ക് 3000 എന്ന് കരുതുക. JEE അഡ്വാൻസ് റാങ്ക് 6000 എന്ന് വിചാരിക്കുക. ആദ്യം IITയിൽ ഓപ്ഷൻസ് വെച്ചു. ഒന്നാമത്തെ ഓപ്ഷനായിട്ട് 4 ഇയർ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് IIT ബോംബെ, രണ്ടാമത്തെ ഓപ്ഷനായിട്ട് 4 ഇയർ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് IIT മദ്രാസ്, മൂന്നാമത്തെ ഓപ്ഷനായിട്ട് 4 ഇയർ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് IIT ഡൽഹി. ഇങ്ങനെ ഓപ്ഷൻസ് നമ്മൾ വെച്ച് 23ാമത്തെ ഓപ്ഷനായിട്ട് 4 ഇയർ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് IIT ജമ്മു, 24 മുതൽ 24ാമത്തെ ഓപ്ഷനായിട്ട് 4 ഇയർ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് NIT ട്രിച്ചി, 25ാമത്തെ ഓപ്ഷനായിട്ട് 4 ഇയർ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് NIT സൂറത്കൽ, 26ാമത്തെ ഓപ്ഷനായിട്ട് 4 ഇയർ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് NIT വാറങ്കൽ, 27ാമത്തെ ഓപ്ഷനായിട്ട് 4 ഇയർ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് NIT കാലിക്കറ്റ്. അങ്ങനെ മൊത്തം ഒരു 100 ഓപ്ഷൻസ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു. 23ാമത്തെ ഓപ്ഷൻ IIT ജമ്മു കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? താഴോട്ടുള്ള NITകളെല്ലാം പോയി. അതായത് 24 മുതൽ 100 വരെയുള്ള ഓപ്ഷൻസ് എല്ലാം പോയി. ഇനിയുള്ള അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻസ് മാത്രമേ പരിഗണിക്കൂ. അലോട്ട്മെന്റ് കിട്ടിയതിന് മുകളിലുള്ളത് മാത്രമാണ് ഹയർ ഓപ്ഷൻസ്, 1 മുതൽ 22 വരെയുള്ള ഓപ്ഷൻസ്. അതുകൊണ്ട് റാങ്ക് അനുസരിച്ച്, പ്രിഫറൻസ് അനുസരിച്ച് IITയും NITയും ഇടകലർത്തി ഓപ്ഷൻസ് കൊടുക്കേണ്ടവർ അങ്ങനെ തന്നെ ചെയ്തോണം. വേണ്ടാത്ത IITയേക്കാളും മുകളിൽ താല്പര്യമുള്ള NIT വെക്കണം. IITയിൽ ഏതെങ്കിലും ബ്രാഞ്ച് കിട്ടിയാൽ പോകണമെന്ന് ചോദിച്ചാൽ ഹയർ സ്റ്റഡീസൊക്കെ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായും പോകണം. കാരണം IITക്ക് നല്ല ബ്രാൻഡ് വാല്യൂ ഉണ്ട്, ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ ഉണ്ട്. BTech കഴിഞ്ഞ് MBAക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ, വിദേശത്ത് റിസർച്ചിനൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർ IIT ചേരുക. IITയുടെ റെപ്യൂട്ടേഷൻ, IIT പ്രൊഫസേഴ്സിന്റെ റെക്കമെൻഡേഷനൊക്കെ ഉണ്ടെങ്കിൽ വിദേശത്ത് നല്ല റേറ്റിംഗ് ഉള്ള സ്ഥാപനങ്ങൾ റിസർച്ചിന് കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. ഗൂഗിൾ CEO നമുക്കറിയാം, ഗൂഗിൾ CEO സുന്ദർ പിച്ചെ IIT കാരക്പൂരിൽ നിന്ന് BTech ഇൻ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. IIT ചെന്നാൽ ഏത് ഫീൽഡിലാണോ നമ്മുടെ സ്കില്ല് അത് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളുമുണ്ട്. IITയിൽ ഏത് കോഴ്സ് എടുത്താലും 60% കമ്പൽസറി സബ്ജക്റ്റും 40% ഫ്രീ ഇലക്റ്റീവ്സുമാണ്. കമ്പൽസറി സബ്ജക്റ്റ് മാത്രമല്ല, ഇലക്റ്റീവ്സും പഠിപ്പിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഇലക്റ്റീവ്സ് ചൂസ് ചെയ്യാം. ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഡിമാൻഡ് കമ്പ്യൂട്ടർ സയൻസിനാണല്ലോ. ഇലക്ട്രിക്കൽ, സിവിൽ, മെക്കാനിക്കൽ, മെറ്റലർജി തുടങ്ങിയ എല്ലാ ബ്രാഞ്ചുകാർക്കും കോഡിംഗ് റിലേറ്റഡ് പേപ്പേഴ്സ് മൈനേഴ്സായി എടുത്തു പഠിക്കാം. AI, റോബോട്ടിക്സ്, ഗെയിം ഡെവലപ്മെന്റ് തുടങ്ങിയ ധാരാളം ക്ലബ്സ് IITകളിലുണ്ട്. ഇനി ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. 100 ഓപ്ഷൻസ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ 50ാമത്തെ ഓപ്ഷൻ കിട്ടി എന്ന് വിചാരിക്കുക. 51 മുതൽ 100 വരെയുള്ള എല്ലാ ഓപ്ഷൻസും പോകും. ഹയർ ഓപ്ഷൻസ് 1 മുതൽ 49 വരെയുള്ളവ മാത്രം നിലനിൽക്കും. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ഓൺലൈനായിട്ടാണ് റിപ്പോർട്ടിംഗ് നടത്തുന്നത്. ഫീ പേയ്മെന്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എല്ലാം. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഓൺലൈനായി നടത്തുമ്പോൾ ഡോക്യുമെന്റ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും ക്വറീസ്, സംശയങ്ങൾ ചോദിച്ചാൽ അനുവദിച്ച സമയത്തിനുള്ളിൽ മറുപടി നൽകുക. നിങ്ങളുടെ പ്രൊഫൈലിൽ മെസ്സേജ് വരും. അലോട്ട്മെന്റ് പ്രോസസ്സ് തുടങ്ങിയാൽ എല്ലാ ദിവസവും ജോസ വെബ്സൈറ്റും നിങ്ങളുടെ പ്രൊഫൈലും ഓൺലൈൻ പോർട്ടലും ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് ഓൺലൈൻ റിപ്പോർട്ടിംഗ് പ്രോസസ്സ് ഒന്ന് നോക്കാം. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ദ സീറ്റ് ആണ്. പ്രൊവിഷണൽ സീറ്റ് അലൊക്കേഷൻ ലെറ്റർ ഡൗൺലോഡ് ചെയ്യണം. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ദ ഡോക്യുമെന്റ്സ് ആണ്. ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് ജോസ 2024 ബിസിനസ് റൂൾസ് വരുമ്പോൾ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. 2023 അപ്ലോഡ് ചെയ്യേണ്ടി വന്ന സർട്ടിഫിക്കറ്റുകൾ ഇവയൊക്കെയാണ്. 1 ക്ലാസ് 10 മാർക്ക് ഷീറ്റ്, 2 ക്ലാസ് 12 മാർക്ക് ഷീറ്റ്, 3 സർട്ടിഫിക്കറ്റ് ഓഫ് കാറ്റഗറി SC ST OBC NCL EWS മുതലായ സർട്ടിഫിക്കറ്റുകൾ. OBC NCL EWS സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ
അത് 2023 ഏപ്രിൽ 1 ശേഷമുള്ളതാണ് കഴിഞ്ഞ കൊല്ലം ചെയ്തത്. ഈ കൊല്ലം ആകുമ്പോൾ 2024 ഏപ്രിൽ 1 ശേഷമുള്ളതാണ് വേണ്ടത്. പിന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് PWD സർട്ടിഫിക്കറ്റ്, ക്രോസ്ഡ് ബാങ്ക് ചെക്ക് കോപ്പി ഓർ ഇമേജ് ഓഫ് പാസ്ബുക്ക് വിത്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. അത് അഡ്മിഷൻ്റെ വിഡ്രോവലൊക്കെ വന്നാൽ റീഫണ്ടിന് വേണ്ടിയാണ്. അടുത്തത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. അതിൻ്റെ ഫോർമാറ്റ് ജോസ ബിസിനസ് റൂൾസിൽ വരും. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ടു ബി ഇഷ്യൂഡ് ബൈ എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആണ്. പ്രൈവറ്റ് ഓർ ഗവൺമെന്റ് MBBS ഡോക്ടർ മതി. പിന്നീട് വരുന്ന OCI സർട്ടിഫിക്കറ്റ് ഓർ PIO കാർഡ് ഇഫ് ആപ്ലിക്കബിൾ. അടുത്ത പാസ്പോർട്ട് ഓർ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഫ് ആപ്ലിക്കബിൾ. ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് കഴിഞ്ഞ വർഷം ആവശ്യമായിട്ട് വരുന്നത്. ഈ വർഷത്തെ നമുക്ക് കൃത്യമായിട്ട് ജോസ ബിസിനസ് റൂൾസ് 2024 വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ പേ ദ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ആണ്. ജനറൽ EWS OBC NCLന് ₹40,000 ആയിരുന്നു. SC ST PWD കാൻഡിഡേറ്റ്സിന് ₹20,000 ആയിരുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ആണ്. ഈ വർഷത്തെ ജോസ 2024 ബിസിനസ് റൂൾസ് വന്നാലേ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റൂ. നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, സ്റ്റേറ്റ് ബാങ്ക് ചെല്ലാൻ എന്നിവ ഉപയോഗിച്ച് ഫീ റെമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ റെസ്പോണ്ട് ടു ക്വറീസ് ഇഫ് എനി. ഈ 4 സ്റ്റെപ്പുള്ള ഓൺലൈൻ റിപ്പോർട്ടിംഗ് പ്രോസസ് അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ നടത്തിയില്ലെങ്കിൽ ജോസ 2024 അഡ്മിഷൻ പ്രോസസ്സിൽ നിന്നും ഔട്ടാകും. ഇത് കൃത്യമായി മനസ്സിലാക്കുക. നമ്മൾ ഒരു സീറ്റ് അക്സെപ്റ്റ് ചെയ്താൽ സബ്സീക്വന്റ് റൗണ്ടിലെ പാർട്ടിസിപ്പേഷന് 3 ചോയ്സ് നമ്മുടെ മുന്നിലുണ്ട്: ഫ്രീസ്, ഫ്ലോട്ട്, സ്ലൈഡ്. ഇനി നമുക്ക് എന്താണ് ഫ്രീസ് എന്ന് മനസ്സിലാക്കാം. ഫ്രീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിലവിൽ ലഭിച്ച സീറ്റിൽ മാറ്റം വേണ്ടാത്തവർ ആ സീറ്റ് ഫ്രീസ് ചെയ്യണം. ഫ്രീസ് ചെയ്താൽ ഇനി വരുന്ന ഒരു സബ്സീക്വന്റ് അലോട്ട്മെന്റിലും നമ്മളെ പരിഗണിക്കില്ല. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഓപ്ഷനിലെ ഫസ്റ്റ് ചോയ്സ് കിട്ടിയെന്ന് വിചാരിക്കുക. ഹയർ ഓപ്ഷൻസ് ഒന്നുമില്ല എങ്കിൽ പിന്നെ സീറ്റ് ഫ്രീസ് ചെയ്യുക മാത്രം. ഇനി അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ 4ാമത്തെ ചോയ്സ് കിട്ടിയെന്ന് വിചാരിക്കുക. NIT കാലിക്കറ്റ് കമ്പ്യൂട്ടർ സയൻസ്. അതിന് മുകളിൽ NIT ട്രിച്ചി, സൂറത്ത് കല്ല്, വാറങ്കല്ല് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ മാറ്റം വേണ്ട എന്ന് തീരുമാനിച്ചു. ഇപ്പോൾ കിട്ടിയ NIT കാലിക്കറ്റിലെ CS മാത്രം മതി. സീറ്റ് ഫ്രീസ് ചെയ്യാം. ഇനി വരുന്ന ഒരു സബ്സീക്വന്റ് അലോട്ട്മെന്റിലും നമ്മളെ പരിഗണിക്കില്ല. ഇനി സ്ലൈഡ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് മാറ്റം ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ബ്രാഞ്ച് മാറ്റം ആഗ്രഹിക്കുന്നു. സ്ലൈഡ് എന്ന ചോയ്സ് കൊടുക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ 20ാമത്തെ ഓപ്ഷൻ കിട്ടി എന്ന് വിചാരിക്കുക. IIT മദ്രാസിൽ സിവിൽ എഞ്ചിനീയറിംഗ്. അതിന് മുകളിൽ നമുക്ക് 19 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ IIT മദ്രാസിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, എയ്റോസ്പേസ് തുടങ്ങിയ ബ്രാഞ്ചസ് എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ IIT ഡൽഹി, IIT കാൺപൂർ, IIT ഗുവാഹത്തി തുടങ്ങിയ IITകളിലെ വിവിധ ബ്രാഞ്ചുകളും വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. IIT മദ്രാസിൽ മാറ്റം ആഗ്രഹിക്കുന്നില്ല. ഹയർ ഓപ്ഷൻസ് ആയി വെച്ചിരിക്കുന്ന IIT മദ്രാസിലെ വിവിധ ബ്രാഞ്ചുകൾ മാത്രം ആഗ്രഹിക്കുന്നു. അന്നേരം നമ്മൾ സ്ലൈഡ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അതായത് കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് മാറ്റം ആഗ്രഹിക്കുന്നില്ല, ബ്രാഞ്ച് മാറ്റം ആഗ്രഹിക്കുന്നു, സ്ലൈഡ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇനി നമുക്കുള്ളത് ഫ്ലോട്ട് ആണ്. സ്ലൈഡിൽ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ 20ാമത്തെ ഓപ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. IIT മദ്രാസിൽ സിവിൽ എഞ്ചിനീയറിംഗ്. അതിന് മുകളിൽ 19 ഓപ്ഷൻസ് ഉണ്ട്. ഹയർ ഓപ്ഷൻസ് എല്ലാം ആഗ്രഹിക്കുന്നു. ഫ്ലോട്ട് കൊടുക്കുക. കോളേജ് ചേഞ്ചും കോഴ്സ് ചേഞ്ചും ആഗ്രഹിക്കുന്നു. ഫ്ലോട്ട് കൊടുക്കുക. ഭൂരിഭാഗം കുട്ടികളും ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച സീറ്റ് അക്സെപ്റ്റ് ചെയ്ത് ഫ്ലോട്ട് കൊടുക്കും. 6ാമത്തെ അലോട്ട്മെന്റ് കഴിയുമ്പോൾ കിട്ടാവുന്നതിന്റെ മാക്സിമം നല്ലത് കിട്ടും, അവിടെ ചേരുക. ഒന്നുകൂടി ചുരുക്കി പറയാം. കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂട്ടും കോഴ്സും ചേഞ്ച് വേണമെങ്കിൽ ഫ്ലോട്ട് കൊടുക്കുക. കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചേഞ്ച് വേണ്ട, കോഴ്സിന് ചേഞ്ച് മതി, സ്ലൈഡ് കൊടുക്കുക. കിട്ടിയ കോഴ്സും ഇൻസ്റ്റിറ്റ്യൂട്ടും മതി, ചേഞ്ച് ഒന്നും വേണ്ട എങ്കിൽ ഫ്രീസ് കൊടുക്കുക. സ്ലൈഡ്, ഫ്ലോട്ട് ഓപ്ഷൻ നൽകിയവർക്ക് പിന്നീടുള്ള അലോട്ട്മെന്റിൽ മാറ്റം കിട്ടിയാൽ പുതിയത് നിർബന്ധമായി സ്വീകരിക്കണം. പഴയത് നിലനിർത്താൻ കഴിയില്ല. മാറ്റമൊന്നും ലഭിച്ചില്ലെങ്കിൽ പഴയത് അതേപടി നിലനിൽക്കും. ആദ്യ അലോട്ട്മെന്റിൽ സീറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും അടുത്ത അലോട്ട്മെന്റിൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളെ പരിഗണിച്ചേക്കും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനിയുള്ളത് ഡുവൽ വെരിഫിക്കേഷൻ ഓർ റീ വെരിഫിക്കേഷൻ ആണ്. JEE മെയിൻ, JEE അഡ്വാൻസ് റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെട്ട ഒരു കുട്ടി IIT NITകൾ ഓപ്ഷൻസ് എല്ലാം വെച്ചിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ 20ാമത്തെ ഓപ്ഷൻ NITയിൽ അഡ്മിഷൻ കിട്ടി. ഓൺലൈൻ റിപ്പോർട്ടിംഗ് നടത്തി, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തി, സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടച്ചു. എല്ലാം ക്ലിയർ ആക്കി ഫ്ലോട്ട് കൊടുത്തു. ഹയർ ഓപ്ഷൻസ് 1 മുതൽ 19 വരെയുണ്ട്. അതിൽ IITയും ഉണ്ട്. സബ്സീക്വന്റ് അലോട്ട്മെന്റിൽ ഒരു IIT കിട്ടിയെന്ന് വിചാരിക്കുക. ഇനി വീണ്ടും IITക്ക് വേണ്ടി ഓൺലൈൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തണം. അതാണ് ഡുവൽ വെരിഫിക്കേഷൻ ഓർ റീ വെരിഫിക്കേഷൻ. സീറ്റ് അക്സെപ്റ്റൻസ് ഫീ വീണ്ടും അടയ്ക്കേണ്ടതില്ല, ഒരു പ്രാവശ്യം മാത്രം അടച്ചാൽ മതി. അതുപോലെ തിരിച്ചും ഫസ്റ്റ് അലോട്ട്മെന്റിൽ IIT ജമ്മു കിട്ടിയെന്ന് വിചാരിക്കുക. ഓൺലൈൻ റിപ്പോർട്ടിംഗ് പ്രോസസ് എല്ലാം നടത്തി, സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടച്ചു, ഫ്ലോട്ട് കൊടുത്തു. സബ്സീക്വന്റ് അലോട്ട്മെന്റിൽ NITയിൽ ഒരു സീറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക.
വീണ്ടും NITക്ക് വേണ്ടി ഓൺലൈൻ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തണം. അതാണ് ഡ്യുവൽ വെരിഫിക്കേഷൻ ഓർ റീ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. സീറ്റ് അക്സെപ്റ്റൻസ് ഫീ വീണ്ടും അടയ്ക്കേണ്ടതില്ല. IITയിൽ നിന്ന് IITയിലേക്ക് തന്നെ സബ്സിക്വൻറ്റ് റൗണ്ടിൽ ഹയർ ഓപ്ഷൻസ് കിട്ടിയാലോ, NIT പ്ലസ് സിസ്റ്റത്തിൽ നിന്ന് NIT പ്ലസ് സിസ്റ്റത്തിലേക്ക് തന്നെ സബ്സിക്വൻറ്റ് റൗണ്ടിൽ ഹയർ ഓപ്ഷൻസ് കിട്ടിയാലോ ഡ്യുവൽ വെരിഫിക്കേഷൻ ഓർ റീ വെരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അതായത് IITയിൽ നിന്ന് NITയിലേക്കോ NITയിൽ നിന്ന് IITയിലേക്കോ സബ്സിക്വൻറ്റ് റൗണ്ടിൽ സീറ്റ് അലൊക്കേഷൻ വന്നാൽ മാത്രമേ ഡ്യുവൽ വെരിഫിക്കേഷൻ റീ വെരിഫിക്കേഷൻ്റെ ആവശ്യമുള്ളൂ. കാറ്റഗറി വിഭാഗത്തിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടികൾ OBC NCL EWS തുടങ്ങിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിൽ ഹാജരാക്കാൻ സാധിക്കാതെ വന്നാൽ അവരുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലാക്കുകയും സബ്സീക്വൻറ്റ് റൗണ്ടിൽ അവരെ ജനറലായി പരിഗണിക്കുകയും ചെയ്യും. അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ കിട്ടിയ കൺസേൺഡ് IIT NITയുടെ സൈറ്റ് നോക്കുക. അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യുക. ഇനി വിഡ്രോവൽ ഓപ്ഷൻ. IITയിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിക്ക് സീറ്റ് വിഡ്രോ ചെയ്യണമെങ്കിൽ 5ാമത്തെ അലോട്ട്മെന്റ് വരെ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്ത് സീറ്റ് വിഡ്രോ ചെയ്യാം. NIT പ്ലസ് സിസ്റ്റത്തിലാണെങ്കിൽ 6ാമത്തെയും അവസാനത്തേതുമായ അലോട്ട്മെന്റ് വരെ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്ത് സീറ്റ് വിഡ്രോ ചെയ്യാം. വിഡ്രോവൽ ഫോം ജോസ ബിസിനസ് റൂൾസിൽ ലഭിക്കുന്നതാണ്. അത് ഫില്ലപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ജോസ 2024 ബിസിനസ് റൂൾസ് ലഭിക്കുമ്പോൾ കംപ്ലീറ്റ് ആയി വായിച്ച് മനസ്സിലാക്കുക. അലോട്ട്മെന്റ് പ്രോസസ്സ് തുടങ്ങിയാൽ ജോസ വെബ്സൈറ്റ് എല്ലാ ദിവസവും വിസിറ്റ് ചെയ്യുക. ഇനി നമുക്ക് IIT ഫീസ് സ്ട്രക്ചർ ഒന്ന് കാണാം. ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 2 ലക്ഷം പെർ ഇയർ ആണ്. ഓരോ IITയിലും ചെറിയ വ്യത്യാസമൊക്കെ വരും. 5 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനം ഉള്ളവർക്കാണ് ഈ ഫീസ്. ഇനി 1 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയ്ക്കാണ് വാർഷിക വരുമാനമെങ്കിൽ 2.5 ലക്ഷത്തിന്റെ 1/3, അതായത് 83,000 പെർ ഇയർ ആണ് ഒരു വർഷത്തെ ഫീസ്. 1 ലക്ഷത്തിൽ താഴെയാണ് വാർഷിക വരുമാനമെങ്കിൽ ഫീസ് ഇല്ല. SC STക്കും ഫീസ് ഇല്ല. ഇനി NITയിലെ ഫീസ് സ്ട്രക്ചർ നോക്കിയാൽ 1.25 ലക്ഷം പെർ ഇയർ ആണ്. ഓരോ NITയിലും ചെറിയ വ്യത്യാസം വരും. 5 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനം ഉള്ളവരുടെ ഫീസാണിത്. 1 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണ് വാർഷിക വരുമാനമെങ്കിൽ 1.25 ലക്ഷത്തിന്റെ 1/3, 42,000 ആണ് ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത്. 1 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം ഉള്ളവർക്ക് ഫീസ് ഇല്ല. SC STക്കും ഫീസ് ഇല്ല. ഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അഡ്മിഷൻ ലഭിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടാണ്. ജോസ 2024 ഫീസ് സ്ട്രക്ചർ ഫീ വൈവറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇനി നമുക്ക് CSAB ആണ്, സെൻട്രൽ സീറ്റ് അലൊക്കേഷൻ ബോർഡ്. ജോസ അലോട്ട്മെന്റ് പ്രോസസ്സ് കഴിഞ്ഞ് വേക്കൻസി വരുന്ന NIT, IIIT, GFTയിലെ സീറ്റുകളിലേക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റ് ഉണ്ട്. അതാണ് CSAB, സെൻട്രൽ സീറ്റ് അലൊക്കേഷൻ ബോർഡ്. CSAB വഴി IITയിൽ വേക്കൻസി സീറ്റ് ഫില്ലിംഗ് ഇല്ല. ജോസ അലോട്ട്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം CSAB അലോട്ട്മെന്റ് വിളിക്കും. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും വേക്കൻസി സീറ്റ് ഡിസ്പ്ലേ ചെയ്യും. JEE റാങ്ക് ലിസ്റ്റിൽ പെട്ട ആർക്കും CSAB വഴി അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും സ്ഥലത്ത് ജോസ വഴി അഡ്മിഷൻ എടുത്തവർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. CSABയിലും ഓപ്ഷൻ രജിസ്ട്രേഷൻ വരും. കഴിഞ്ഞ വർഷം ജോസ കഴിഞ്ഞ് 11,000-ൽ പരം വേക്കൻസി സീറ്റുകൾ വന്നു. അത് CSAB വഴിയാണ് ഫില്ല് ചെയ്ത്. ഇപ്പോൾ CSABയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ജോസയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ജോസ അലോട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.